ഒരമ്മയുടെ ക്യാരക്ടറിൽ എന്തെല്ലാം വേണം എന്ന് ഞാൻ ആദ്യകാലങ്ങളിൽ ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ചേച്ചിയിൽ നിന്ന് ഞാനതെല്ലാം പഠിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ഞാൻ ചില എക്സ്പ്രഷൻസിൽ ഞാനത് ഫോളോ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കള്ളമല്ല. എപ്പോൾ കണ്ടാലും ഞാൻ അതിശയിച്ചു പോകുന്ന ഒരു കാര്യം ചേച്ചിയുടെ ഓർമ്മശക്തിയാണ്. ഇപ്പോഴും സ്വപ്നം കൊണ്ടൊരു തുലാഭാരം പടത്തിൽ ചേച്ചി ഒരു ദിവസം ഞങ്ങളുടെ കൂടെ അഭിനയിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വന്ന് എത്തുമ്പോൾ തന്നെ 12 മണിക്ക് മുകളിൽ ആയി. അത്രയും വെയിലത്ത് നിന്നിട്ടും ചേച്ചിക്ക് മാത്രം പ്രോംപ്റ്റിംഗ് ഇല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നു. ചേച്ചി അത്ര ഓർമ്മശക്തിയോട് ഡയലോഗ് വളരെ കൃത്യമായി പറഞ്ഞു. അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ മനസ്സിന് ഒരിക്കലും വയസ്സാകുന്നില്ല, പ്രായമാവുന്നില്ല. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നൊരു അസുഖം കുറച്ച് നേരമായിട്ട് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും പ്രഗത്ഭ വ്യക്തികൾ ഇരിക്കുന്നൊരു വേദിയിൽ ഇരിക്കാൻ ഞാനും അർഹനാണോ എന്ന് കുറേ നേരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ഈ ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ, സാർക്ക് പോലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ബുഷ് പോലെയുള്ള ലോക തലവന്മാർ ഇരിക്കുമ്പോൾ, ബംഗ്ലാദേശ് പോലെയും ശ്രീലങ്ക പോലെയും ചില പ്രധാനമന്ത്രിമാരിരുന്നിട്ട് ബുഷ് വരുമ്പോഴും ടോണി ബ്ലെയർ വരുമ്പോൾ അവർ അറിയാതെ ഒന്ന് എണിച്ചിങ്ങനെ തൊഴും. കാരണം അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല അവിടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത്. വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യയും കൂട്ടാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. കാരണം സിനിമ എന്ന് പറയുന്നൊരു സ്വപ്നമായി നടക്കുമ്പോൾ മഹത് വ്യക്തികളായി നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആരാധനാ കഥാപാത്രങ്ങളായ അല്ലെങ്കിൽ നമ്മൾ ആരാധിച്ചിരുന്ന വ്യക്തികളുടെ കൂടെയൊക്കെ ഒരു സ്റ്റേജിലൊപ്പം ഇരിക്കാൻ അവസരമുണ്ടാക്കി തന്നതിന് മാഗ്ഡയോട് ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ ഈ വേദി എനിക്ക് പങ്കിടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതിന് സഹായിച്ച മാഗ്ഡയിലെ ഓരോ പ്രവർത്തകർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്നെ ഈ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തിയ എൻ്റെ 2 ഗുരുക്കന്മാർക്ക് വേണ്ടി എനിക്ക് കിട്ടിയ അംഗീകാരം അവർക്ക് വേണ്ടി സമ്മാനിക്കുന്നു. ഞാൻ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നു. എൻ്റെ ഗുരുനാഥന്മാരായ ശ്രീ പത്മനാഭൻ സാറിനും എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ആദ്യ നിർമ്മാതാവ് ശ്രീ ഹരിപോത്തൻ അവർകൾക്കും ഞാനിത് സമ്മാനിക്കുന്നു. ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ തഴുകി വരും പൂന്തെന്നൽ കുസൃതിയോ തങ്ക നിലാവിൻ്റെ തോളത്ത്.